Watch full episodes on Jio Hotstar. Rudra! അല്ല, ഇവൻ തിരിച്ചെത്തിയല്ലോ. റിംഗിനെ കുറിച്ച് ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. റിംഗിന് എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ അത് സ്വയം ഈ മരത്തിനകത്തേക്ക് കയറിപ്പോകും. പിന്നീട് അതിനെ ആർക്കും പുറത്തെടുക്കാനാവില്ല. ഇനി ചില നിമിഷങ്ങൾ കൂടിയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ വിചാരിച്ചാലും ആ റിംഗ് പുറത്തെടുക്കാനാവില്ല. രുദ്ര! ഇവ പഴയതുപോലെ തന്നെ ആവാ. രുദ്ര, നീ എവിടെയാണ്? എവിടെയാണ് രുദ്ര? രുദ്ര!
രുദ്ര, നിന്റെ മാജിക്കൽ പവേഴ്സിന് എന്നെ ഒന്നും ചെയ്യാനാവില്ല. ഇനി അല്പസമയം കൂടി മാത്രം. പിന്നീട് നിനക്ക് ഈ റിങ്ങിനെ തൊടാനാവില്ല. ഇത്രയും നേരം നിന്നെ ഞാൻ വിട്ടുവെക്കുകയായിരുന്നു. പക്ഷെ ഇനി നിന്റെ കഥ അവസാനിപ്പിക്കാൻ പോവാണ്. നീ നോക്കിക്കോ. രുദ്ര, നീ അവിടെയാണോ? രുദ്ര നിൽക്ക്. മുത്തശ്ശ, നിങ്ങളോ? രുദ്ര നിൽക്ക്. നീ എന്തായി ചെയ്യുന്നേ? ഈ ലോകത്തെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. റോബോട്ടസ് ആ റിംഗിന്റെ പ്രൊട്ടക്ടറാണ്. ഇവൻ കാരണമാണ് ഈ ലോകം സേഫ് ആയിരിക്കുന്നത്. ഒരു പക്ഷേ ഈ റിംഗ് തെറ്റായ ആൾക്കാരുടെ കൈ ചെന്നപ്പെട്ടാൽ അപകടമാണ്. റോബോട്ടസ് റിംഗിന്റെ പ്രൊട്ടക്ടർ ആണെന്നോ? പക്ഷേ പപ്പറ്റ് രാജ എന്നോട് പറഞ്ഞത് റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു ഈവിൽ ഫോഴ്സ് അവിടെയുണ്ട്. അതാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അത് വളരെ പവർഫുൾ ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റിംഗ് തേടി വന്നത്. അതായത് ഈ ലോകം നശിപ്പിക്കാൻ വേണ്ടിയല്ല നീ വന്നതെന്നല്ലേ? സോറി രുദ്ര, ഞാൻ നിന്നെ അറിയാതെ തെറ്റിദ്ധരിച്ചു പോയി. അതുപോലെ നീയും എന്നെ തെറ്റിദ്ധരിച്ചു. പപ്പറ്റ് രാജ പല പ്രാവശ്യം ഈ റിംഗ് അടിച്ചു മാറ്റാൻ പലരെയും അയച്ചിട്ടുണ്ട്. ഞാൻ ഓർത്തു നീയും അവരിൽ ഒരാളാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് നേരിട്ടത്. ഇല്ലെങ്കിൽ ഞാൻ നിന്നോട് ഇക്കാര്യം നേരത്തെ പറയുമായിരുന്നു. ശരിടാ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. സത്യം എന്താണ്? രാജാക്കന്മാരുടെ രാജാവ്, പപ്പറ്റ് രാജാവ്. സത്യം എന്താണെന്നറിയോ? അത് ഞാൻ പറയാം. രുദ്ര, ഞാൻ നിന്നോട് ഇപ്പൊ സത്യം എന്താണെന്ന് പറഞ്ഞു തരാം. രാജാക്കന്മാരുടെ രാജാവ്, പപ്പറ്റ് രാജാവ്. ഇപ്പൊ ഞാൻ ശരിക്കുമുള്ള രാജാവായി മാറാൻ പോവുകയാണ്. ഈ റിംഗ് ഇല്ലാതെ എനിക്ക് ഹ്യൂമൻ വേൾഡിൽ ചെന്ന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നശിച്ചു പോകുമായിരുന്നു. പക്ഷേ ഈ റിംഗ് അണിഞ്ഞിട്ട് പോയാൽ ഞാൻ മനുഷ്യന്മാരുടെ രൂപത്തിൽ ചെന്ന് ആമരനായി മാറുകയും ചെയ്യും. പിന്നെ എന്നെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. എനിക്കിന്നല്ല, നമുക്ക് പപ്പറ്റ് രാജ, നമുക്ക്. ഞാനും നിങ്ങളോടൊപ്പം വന്നേക്കാം. അതെ അതെ, നമ്മളെ ഇനി ആർക്കും ഒന്നും ചെയ്യാനാവില്ല. 36 മണിക്കൂർ അവസാനിക്കാൻ ഇനിയും 1 മണിക്കൂർ ബാക്കിയുണ്ട്. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് രുദ്ര. റിംഗ് ഇവിടെ തന്നെ ഉണ്ട്, ഈ വേൾഡിൽ. പിന്നെ 36 മണിക്കൂറുടെ കഥ എന്തിനാ പറയുന്നേ? 100 വർഷം കൂടുമ്പോ ഫർഗോട്ടൻ വേൾഡിന്റെ പോർട്ടൽ തുറക്കാറുണ്ട്. ഒരു പ്രാവശ്യം ഹ്യൂമൻ വേൾഡിൽ നിന്നും അകത്തേക്ക് വരാനായിട്ട്. അതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. മനസ്സിലായോ രുദ്ര? അതുപോലെ 36 മണിക്കൂറിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം ആ പോർട്ടൽ തുറക്കും. അത് ഈ ലോകത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ്. അങ്ങനെ ആ പോർട്ടൽ തുറക്കുമ്പോ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങും. പക്ഷെ നീ പുറത്ത് ചെന്നിട്ട് എന്ത് ചെയ്യാൻ പോവാ? നിന്റെ ലോകം എവിടെയല്ലേ? അല്ല, എന്റെ ലോകം ഇവിടെയല്ല. എന്റെ ലോകം അതാണ്. നിങ്ങൾ എവിടുന്നാണോ വന്നത് അതാണ് എന്റെ ലോകം. ഞാൻ ആ ലോകത്തേക്ക് ചെന്നിട്ട് മനുഷ്യരോട് പകരം വീട്ടാൻ പോവുകയാണ്. അവര് ഞങ്ങളെ യൂസ് ചെയ്തിട്ട് ഒരു കാര്യം മറന്നു പോയിരിക്കുകയാണ്. ഇതുപോലെ അവര് ഞങ്ങളെ വലിച്ചെറിയാറുണ്ട്. അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരെന്തും ചെയ്യാൻ തയ്യാറാണ്.
അതുകൊണ്ട് ഞാൻ ഈ റിംഗ് അണിഞ്ഞുകൊണ്ട് ആരെയൊക്കെ ഞാൻ ടച്ച് ചെയ്യുന്നുവോ അവരുടെ ഓർമ്മശക്തി മൊത്തവും നശിച്ചു പോകും. പിന്നീട് അവരുടെ ജീവിതകാലം മുഴുവനും എന്നെ പപ്പറ്റാക്കി മാറ്റിയിട്ട് അവരുടെ താളത്തിനൊത്ത് തുള്ളിപ്പിച്ചതുപോലെ അതേപോലെ ഇപ്പൊ ഞാൻ ടോട്ടൽ ലോകത്തിലുള്ള മനുഷ്യരെയും എന്റെ വിരൽ തുമ്പിൽ വെച്ച് പാവകളെ പോലെ കളിപ്പിക്കും. മനസ്സിലായോ? ദ്രോഹി, വഞ്ചക, നീ ആ റിംഗ് എടുത്തിട്ട് പോകുന്ന എനിക്കൊന്ന് കാണണം. ഞാൻ ആരാ? ഞാൻ ഇപ്പൊ എവിടെയാ? അല്ല, നിങ്ങളൊക്കെ ആരാ? ചേടാ, ഇതാകെ ഗുലുമാലായല്ലോ. വരുൺ, നീ വരുണാണ്. ഞങ്ങൾ എല്ലാവരും നിന്റെ സുഹൃത്തുക്കളാണ്. ആ നിൽക്കുന്ന കള്ളൻ പപ്പറ്റ് രാജയാണ്. റിങ്ങിന്റെ പവർ ഇതാ വർക്കാവാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇങ്ങോട്ട് നോക്കടാ ചക്ക, നിന്റെ പേര് വരുൺ എന്നാണ്. ആ കളർഫുൾ ആയ ഡ്രസ് ഇട്ടിരിക്കുന്നവൻ നിന്റെ അച്ഛനാണ്. ചെല്ല് ചെല്ല് ചെല്ല്, നീ ചെന്ന് നിന്റെ അച്ഛന്റെ മടിയിലിരിക്ക്. വേഗം പോ. അച്ഛാ, അച്ഛാ, അച്ഛാ. വരുൺ, ഞാൻ നിന്റെ അച്ഛനൊന്നും അല്ല. താഴെ ഇറങ്ങ്. രുദ്ര, നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഈ ഗതി കണ്ടിട്ടെങ്കിലും നീ കാര്യങ്ങളുടെ സീരിയസ്നെസ് ഒന്ന് മനസ്സിലാക്ക്. ഞാൻ ഇനി മുതൽ ആരെ തൊട്ടാലും ശരി അവരുടെ മെമ്മറി ലോസ് ആയി പോകും. സോറി, ഐ എം സോ സോറി. ഞാൻ നിങ്ങൾക്ക് വിശ്വാസവഞ്ചനയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോ നിങ്ങൾക്ക് ആർക്കും എന്നെ ഒന്നും ചെയ്യാനാവില്ല. ബൈ ബൈ. അച്ഛാ, എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ പ്ലീസ്? നല്ല അച്ഛനല്ലേ? ചേടാ, ഇതാകെ ഗുലുമാലായല്ലോ. ആ പപ്പറ്റ് രാജ നമ്മളെ ചതിച്ചല്ലോ. ഇവന്റെ അച്ഛനല്ല ഞാൻ. ഇവരെ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും. രുദ്ര, പെട്ടെന്ന് ചെല്ലേ. അവനെ തടഞ്ഞു നിർത്ത്. 36 മണിക്കൂറിനുള്ളിൽ അവൻ പുറത്തു പോകാൻ പാടില്ല. നീയും പോകേണ്ടതാണ്. ഒരുപക്ഷെ ആ പോർട്ടൽ വഴി നിനക്ക് പുറത്തു പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അടുത്ത 100 വർഷത്തേക്ക് നിനക്ക് ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. ഇനി എനിക്ക് പപ്പറ്റ് രാജയുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റില്ല. കാരണം ആ റിങ്ങിട്ടത് കൊണ്ട് അവൻ എന്നെക്കാളും വളരെയധികം ശക്തനായി മാറിക്കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. 36 മണിക്കൂർ ആവുന്നതിനുള്ളിൽ ഞാൻ ആ റിങ് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ? രുദ്ര, നീ എന്നെ അത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല അല്ലേ? നിന്നെ തടഞ്ഞു നിർത്താൻ എന്റെ കൈവശം ഒരുപാട് പേരുണ്ട്. ഹേ ക്യാപ്റ്റൻ ഫുട്ബോൾ, നിങ്ങളൊക്കെ കൂടി ഞങ്ങളെ ചവിട്ടി തെറിപ്പിച്ച് കളിക്കാറുണ്ടല്ലോ. പിന്നീട് ഞങ്ങളെ അങ്ങ് മറന്നു പോവുകയും ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും ഒരു മൂലയിലേക്ക് വലിച്ചെറിയും. ഇന്ന് അതിനെല്ലാം ചേർത്ത് ഞങ്ങൾ പകരം ചോദിക്കാൻ പോവുകയാണ്. ആ സ്ഥലം നിങ്ങൾക്കുള്ളതാണ്, സമയവും നിങ്ങളുടേതാണ്. പക്ഷേ സ്ഥലം ഞങ്ങളുടേതാണ്. ഇന്നത്തെ സമയവും ഞങ്ങളുടേതാണ്. ഐ റിക്വസ്റ്റ്, പ്ലീസ് ഞങ്ങളെ വിട്ടേക്കും. ഞങ്ങളുടെ അടുത്ത് ടൈം കുറവാണ്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അച്ഛാ. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. പ്ലീസ് വാങ്ങിച്ചു താച്ചാ. മൈറ, നീ ഈ കുട്ടിയെ സൈഡിലേക്ക് മാറ്റിക്കൊണ്ടു പോ. നമുക്ക് രുദ്രയ്ക്ക് സപ്പോർട്ട് ചെയ്യാം. Watch India's largest kids library only on Jio Hotstar. Download the app now.